അവരുടെ വെല്ലുവിളിക്ക് ഒരു മറുപടി കൊടുക്കണമല്ലോ, ഇല്ലെങ്കിൽ നമ്മളൊക്കെ ഊളകളായി പോലെ. 2 മാസം മുമ്പ് ട്രിവാൻഡ്രം പ്രസ് ക്ലബ്ബിൽ നടത്തിയ പത്രസമ്മേളനം അങ്ങനെ അറിയാലോ. ഈ തന്ത്രിയെ പിടിച്ച് അകത്തിടണമെന്നും തന്ത്രി ചെയ്ത കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞത് ഞാൻ തന്നെയാ. അടുത്തത് നമ്മളെ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിന്റെ അന്നത്തെ എന്റെ ലൈവില് കൃത്യമായിട്ട് കർണാടകയിലുള്ള മധ്യരാജാവിന് കൊടുത്തത് ചെറിയ കോടികളല്ല, അവിടുന്ന് വീഴുന്ന താഴിക കുടം അടക്കം എന്തൊക്കെ എടുത്തോണ്ട് പോയെന്നുള്ളത് നിങ്ങൾക്കറിയോ? നമ്മളാണത് പുറത്തു കൊണ്ടുവന്നത്. താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ വരും, ഇല്ലെങ്കിൽ ഞാൻ ഒരുക്കി തരാം, തെളിയിച്ചിരിക്കും. എൻ്റെ പ്രേക്ഷകർ ഈ വെല്ലുവിളി കേട്ടില്ലേ? ബാധ ഒഴിപ്പിക്കലിൻ്റെ പേരിൽ ഒരു 16 വയസ്സുകാരി പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്ത മൂരാരി തന്ത്രി എന്നറിയപ്പെടുന്ന രാജൻ ബാബു എന്ന ജ്യോത്സ്യൻ്റെ വെല്ലുവിളിയാണിത്. അദ്ദേഹം വെല്ലുവിളിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള നടത്തിയ പ്രശ്നം വെച്ച് അയാൾ കണ്ടുപിടിക്കുമെന്ന്. അപ്പം നമ്മുടെ നാട്ടിൽ പോലീസും കോടതിയും ഒന്നും ആവശ്യമില്ല, ഈ ജ്യോത്സ്യന്മാർ മതി എന്നാണ് പ്രഖ്യാപിക്കുന്നത്. പക്ഷേ ഈ പ്രഖ്യാപനം കേട്ട് ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ, അതുപോലെ ഇയാൾ വേറെ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ ദിലീപിനെ, സിനിമാ നടൻ ദിലീപിനെ വെറുതെ വിടിയിച്ചത് ഇദ്ദേഹത്തിൻ്റെ പൂജ കൊണ്ടാണെന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. ഇത് കേട്ട് നമ്മുടെ കേരളീയരായ ജനങ്ങൾ ഈ കപട ജ്യോത്സ്യമായാലും അല്ലാത്ത ജ്യോത്സ്യം തട്ടിപ്പാണെന്ന് സാമാന്യ ബോധമുള്ള ഏതൊരു മനുഷ്യനും അറിയാം. പക്ഷേ കേരളീയ ജനങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും മുൻപന്തിയിൽ, സാക്ഷരതയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്കാര സമ്പന്നമായ കേരളീയർക്കറിയില്ല ഈ ജ്യോത്സ്യം തട്ടിപ്പാണെന്നുള്ളത്. അതായത് ഒരു 1000 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ജാതകം നോക്ക് പരിപാടി ഇക്കാലത്ത് നടപ്പാക്കുന്നവരാണ് അവർ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവർ കാത്തു നിൽക്കുകയാണ് എവിടെ അത്ഭുതം നടക്കുന്നുവെന്ന് കേൾക്കുമ്പോൾ അവിടെ ഓടിച്ചെല്ലാൻ. ഇങ്ങനെ ഓടിച്ചെല്ലുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഇപ്പോൾ തന്നെ ഈ രാജൻ ബാബു എന്ന മൂരാരിക്ക് സംഭവിച്ച ആ തന്ത്രിക്ക് സംഭവിച്ച ഒരു ചെറിയ തെറ്റാണ്. സാധാരണ ഈ ആൾ ദൈവങ്ങളും മറ്റൊരാൾ ദൈവം ഇരിക്കുന്നുണ്ടല്ല, ഞാൻ ഇപ്പം തെളിയിച്ചു തരുമെന്നാണല്ലോ. അപ്പോൾ ഇവർ ചെയ്യുന്ന സാധാരണ ഗതിയിൽ എന്താണെന്നറിയോ? അവരിഷ്ടപ്പെട്ട പെൺകുട്ടികളെ കണ്ട ബാധയൊക്കെ കയറിയിരിക്കുകയാണ്, അവിടെ കുഴപ്പം ഇവിടെ കുഴപ്പമെന്ന് പറഞ്ഞ് കൂട്ടി മുറിക്കകത്ത് കൊണ്ടുപോയി ജ്യൂസ് കുടിക്കുകയോ ഏതെങ്കിലും തരത്തിൽ മയക്കുമരുന്ന് അകത്താക്കുക. അതിനുശേഷം ബോധം കെട്ട് കഴിയുമ്പോൾ അവരിതിനെ ബലാത്സംഗം ചെയ്യുക, പീഡിപ്പിക്കുക. അവരുടെ ഉപയോഗം കഴിഞ്ഞ് എല്ലാം പുറത്ത് വിട്ട് കഴിയുമ്പോൾ ഈ പെൺകുട്ടികളെ ഇത് പുറത്ത് പറയാൻ പറ്റാതെ മനോരോഗികളായി തീർന്ന് ഭർത്താവിനോട് പോലും പറയാതെ അല്ലെങ്കിൽ കുടുംബത്തിൽ പറയാതെ ജീവിക്കുന്ന അനേകായിരങ്ങൾ ഇന്നും ഈ കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടെന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ലജ്ജിക്കണ്ടേ? സയൻറ്റിഫിക്കലായി ലോകം ഓരോ നിമിഷവും മുന്നോട്ട് കുതിക്കുമ്പോൾ നമ്മൾ അന്ധവിശ്വാസത്തിൻ്റെ പാതയിലും മുന്നോട്ട് കുതിക്കുന്നു. അതിൻ്റെ അവസാനത്തെ തെളിവാണ് ഈ മൂരാരി എന്ന് പറയുന്ന രാജൻ ബാബു എന്ന ഈ ജ്യോത്സ്യനകത്തായത്. അതുപോലെ തന്നെ ഈ ആൾ ദൈവങ്ങളും ഈ കേരളം ഇപ്പോഴും ആത്മദൈവങ്ങളുടെയും മൂരാരി തന്ത്രിമാരുടെയും വിശ്വാസത്തിലെടുത്ത് ഈ അന്ധവിശ്വാസികളെ ചൂഷണം ചെയ്ത് അവസാനിപ്പിക്കണമെങ്കിൽ ദയവ് ചെയ്ത് എനിക്ക് ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത്, വിദ്യാഭ്യാസം നൽകുന്നുവെന്ന് വെറുതെ കൊട്ടിക്കൊഴിച്ചിട്ടൊരു കാര്യവുമില്ല. അന്ധവിശ്വാസം സമൂഹത്തിൽ നിന്ന് ഇറാഡിക്കേറ്റ് ചെയ്യുന്ന, നിർമ്മാർജ്ജനം ചെയ്യുന്ന, ഉന്മൂലനം ചെയ്യുന്ന വിദ്യാഭ്യാസം നൽകാത്തത് ഗവൺമെൻറ്റിൻ്റെ തകരാറ് തന്നെയാണ്. ഗവൺമെൻറ് ഈ അന്ധവിശ്വാസികളിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിച്ചെടുക്കുന്നതിന് വേണ്ട വിദ്യാഭ്യാസ പദ്ധതികൾ ആവിഷ്കരിച്ച് നമ്മുടെ കേരളീയ ജനതയെങ്കിലും ഈ അന്ധവിശ്വാസത്തിൽ നിന്ന് മോചിപ്പിച്ചെടുത്ത് ഇത്തരം സന്യാസിമാരുടെയും ജ്യോത്സ്യന്മാരുടെയും പീഡനങ്ങളിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.